9ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ 3ാം യൂണിറ്റിൽ 2 പാഠഭാഗങ്ങളുണ്ടെന്ന് പരിചയപ്പെട്ടായിരുന്നു. അതിൽ ആദ്യത്തെ പാഠഭാഗമാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത്. സ്വയം പ്രകാശിൻ്റെ ലേഖനം ജബ് ഗാന്ധിജിക്ക് കടി ചോരി ചലിയുകെ, ഗാന്ധിജിയുടെ വാച്ച് കളവ് പോയി, മോഷണം പോയി എന്നുള്ളതാണ്. പാഠഭാഗത്തിലേക്ക് നോക്കാം. ജബ് അംഗ്രേസോം കെ അന്തിമ വൈസ്രോയി, ബ്രിട്ടീഷുകാരുടെ അവസാന വൈസ്രോയിയായ ലോർഡ് മൗണ്ട് ബാറ്റൻ ഭാരതത്തിലെത്തി. അപ്പം ഭാരതയ്ക്ക് അന്തിമ വൈസ്രോയി ഖോണ്ട ലോർഡ് മൗണ്ട് ബാറ്റൻ ഖഹാംബറായെ എവിടെ എത്തിയത്? ഭാരതമേ ആയത്തോ ഉനോംനെ സോച്ച കിനോംനെ സോച്ച, മൗണ്ട് ബാറ്റനെ സോച്ച. മൗണ്ട് ബാറ്റൻ ചിന്തിച്ചു. എന്താ ചിന്തിച്ചത്? ഗാന്ധിജി സെ ബാത്തേം കിയെ ബഗൈർ എന്ന് വെച്ചാൽ ബിനാ ചർച്ച കിയെ എന്നാണ്, ചർച്ച നടത്താതെ, ഗാന്ധിജിയുമായിട്ട് ചർച്ച നടത്താതെ ഭാരതമേം കുച്ച് നഹിം കിയാ ജാ സക്ത, ഭാരതത്തിൽ ഒന്നും ചെയ്യാൻ, കുച്ച് നഹിം കിയാ ജാ സക്ത, ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ചിന്തിച്ചു. അപ്പം ഭാരതമേ ആയേ മൗണ്ട് ബാറ്റനെ ക്യാ സോച്ച, എന്താ ചിന്തിച്ചത്? ഗാന്ധിജി സെ ബാത്തേം കിയേം ഭാരതമേയും കുച്ച് നഹിം കിയാ ജാ സക്ത എന്ന് ചിന്തിച്ചു. അപ്പോൾ പരമ്പരാനുസാർ ഉനോമിനെ ഗാന്ധിജിക്കോ, പാരമ്പര്യം അനുസരിച്ച് ഗാന്ധിജി അദ്ദേഹം ചായ് പർ ബുലായ്, എന്തിനായി ക്ഷണിച്ചു? ചായക്കായിട്ട് ക്ഷണിച്ചു. അപ്പം കിസ്നെ, ആരാണ് ഗാന്ധിജിക്കോ ചായ് പർ ബുലായ? മൗണ്ട് ബാറ്റനെ കിസ്കോ, ആരെയാണ് ചായ് പർ ബുലായ, ആരെയാണ് ചായക്കായി ക്ഷണിച്ചത്? ഗാന്ധിജിക്കോ. അവർ ഗാന്ധിജീനെ ആമന്ത്രൺ എന്ന് വെച്ചാൽ ക്ഷണം സ്വീകാർ കർ ലിയ, ഈ ക്ഷണം എന്ത് ചെയ്ത് സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ വൈസ്രോയി ഭവനിൽ ഈ ചായ് പാർട്ടിക്ക് ഭാരി തയ്യാറിയാം ശുരു ഹോ ഗയി, ഈ ചായ പാർട്ടിക്ക് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ശുരു ഹോ ഗയി, ആരംഭിച്ചു. അപ്പോൾ ഗാന്ധിജി ചായ് പിയേങ്കെ യാ ദൂത്ത്, ഗാന്ധിജി ചായയാണോ കുടിക്കുക, യാ ദൂത്ത് പാലാണോ? വേ ശാകാഹാരി ഹേ, സസ്യാഹാരിയാണോ, യാ മാംസാഹാരം ആണോ ഭക്ഷിക്കുന്നത്? കുർസി മേസ് പർ ബൈഠ്കർ, കസേരയിലിരുന്ന് നാസ്ത കരയെങ്കിൽ പ്രഭാത ഭക്ഷണം കസേരയിലിരുന്നാണോ കഴിക്കുന്നത്? യാ സ്പർശ് പർ, തറയിലിരുന്നിട്ടാണോ? രസോയിയെ എന്ന് വെച്ചാൽ കുശിനിക്കാരൻ, പാചകക്കാരന്. ബ്രാഹ്മണ ഹോന സരൂരെ ഹേ, ബ്രാഹ്മണനാകേണ്ടത് ആവശ്യമാണോ? യാ കൊയി പി ചലേക, ആരെങ്കിലും മതിയോ? ഉസ് ദിൻ, ആ ദിവസം ഗാന്ധിജി കാ ഉപവാസത്തോ നഹി രഹേഗ, ആ ദിവസം ഗാന്ധിജിക്ക് ഉപവാസം ഒന്നും കാണില്ലല്ലോ. ഉൻകെ സാത്ത്, അദ്ദേഹത്തോടൊപ്പം ഗാന്ധിജിക്ക് സാത്ത് കിത്തനെ ലോഗ് ആയെങ്കിൽ, എത്ര ആളുകൾ എത്തിച്ചേരും? അവർ വേ ക്യാ ഖായെങ്കിൽ, അവരെന്തൊക്കെയായിരിക്കും കഴിക്കുക? ഗാന്ധിജിക്കോ നാസ്തേ മേ ക്യാ ഖാന പസന്ത് ഹേ, ഗാന്ധിജിക്ക് പ്രഭാത ഭക്ഷണത്തിൽ എന്ത് ഭക്ഷണമാണ് ഇഷ്ടമായിട്ടുള്ളത്? ഉസേ പക്കാനേക്കലി, അത് പാകം ചെയ്യാൻ വേണ്ടി രസോയി, അടുക്കളക്കാരൻ, ഖഹാംസെ, എവിടെ നിന്ന്, പാചകക്കാരൻ എവിടെ നിന്ന് ബുൽവായ ജായെങ്കിൽ വിളിച്ചുകൊണ്ടുവരും. അവർ സാധനങ്ങൾ ഖഹാംസെ എവിടുന്ന് മങ്കുവായി ജായെങ്കിൽ ആവശ്യപ്പെടും, എവിടുന്ന് കൊണ്ടുവരും? ബഹൈരഗ്. അപ്പോൾ ചായ് പാർട്ടിക്കേലിയെ ബുലാത്തേ സമയം, വിളിക്കുന്ന സമയത്ത് കിൻ പ്രശ്നം ഉണ്ടായി, എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായത്? എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്തൊക്കെയാണ്? ചായ ദൂത്ത് പിയെങ്കിൽ, ചായയാണോ ദൂത്താണോ കുടിക്കുക? ശാഖാഹാരിയാ മാംസാഹാരി, ശാഖാഹാരിയാണോ മാംസാഹാരിയാണോ? യാ കുർസി പർ ബൈഠ്കർ, യാ സ്പർശ് പർ ബൈഠ്കർ, നാസ്ത കരയെങ്കിൽ തറയിലിരുന്നാണോ, കസേരയിലിരുന്നാണോ കഴിക്കുന്നത്? രസോയ്യ ബ്രാഹ്മണ ഹോന, യാ കൊയ് ഭി ഹോന, ബ്രാഹ്മണനാകണോ വേറെ ആരെങ്കിലും ആകണോ? ഉസ് ദിൻ ഉപവാസ് നഹി രഹേഗ, ആ ദിവസം ഉപവാസം ഉണ്ടാകത്തില്ലേ? ഉൻകെ സാത്ത് കിത്തനെ ലോകായെങ്കിൽ, എത്ര ആളുകൾ വരും? വേ ക്യാ ഖായെങ്കിൽ, എന്തൊക്കെ ഭക്ഷണമാണ് അവർ കഴിക്കുക? ഗാന്ധിജിക്കോ നാസ്തേ മേ ക്യാ ഖാന പസന്ത് ഹേ, എന്താണ് നാസ്തയിൽ എന്ത് ഭക്ഷണമാണ് ഇഷ്ടമുള്ളത്? ഉസെ പക്കാനേക്കേലി, അത് പാകം ചെയ്യുവാൻ വേണ്ടിയിട്ട് രസോയ്യ കഹാംസെ ബുലായി, എവിടുന്ന് വിളിച്ചുകൊണ്ട് വരും? ഇങ്ങനെ പ്രശ്നം ഉണ്ടായേത്തോ, അങ്ങനെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായ സമയത്ത് എന്ത് ചെയ്ത്? വഹൈര ശ്രീമതി മൗണ്ട് ബാറ്റൻ ഈസ്ക സാരാ സിമ്മ, എന്താ സിമ്മ എന്ന് വെച്ചാൽ ഉത്തരവാദിത്വം. ശ്രീമതി മൗണ്ട് ബാറ്റൻ എന്ത് ചെയ്ത്? ഈസ്ക, ഇതിൻ്റെ ഉത്തരവാദിത്വങ്ങളെല്ലാം ഖുദെന്ന് വെച്ചാൽ സ്വയം അങ്ങ് ഏറ്റെടുത്തു. അപ്പോൾ നമ്മൾ 2 പാരഗ്രാഫിലാണ് നമ്മൾ വായിച്ചത്. ആ 2 പാരഗ്രാഫിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്തൊക്കെയാണ്? അംഗ്രേസോം കെ അന്തിമ വൈസ്രോയി ലോർഡ് മൗണ്ട് ബാറ്റനാണ്. വേ ഭാരതായി, അദ്ദേഹം ഭാരതത്തിലെത്തി. ഉനോമിനെ സോച്ചാക്കി, ഗാന്ധിജിക്ക് ബാത്തേം കിയെ ബഗൈർ കുച്ച് നഹിം കിയാ ജാ, ഗാന്ധിയുമായി ആലോചിക്കുക, ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് ചിന്തിച്ചു. ഗാന്ധിജിക്കോ ചായ് പർ ബുലായ, ഗാന്ധിജിയെ ചായക്കായി ക്ഷണിച്ചു. ഗാന്ധിജീനെ ക്ഷണം സ്വീകരിച്ചു. ചായ് പാർട്ടിക്ക് തയ്യാറിയാൻ ശുരു ഹോ ഗയി, ചായ് പാർട്ടിയുടെ തയ്യാറെടുപ്പുകളെല്ലാം ആയി. തബ് പ്രശ്നം ഉണ്ടായ, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. ശ്രീമതി മൗണ്ട് ബാറ്റനെ ചായ് പാർട്ടിക്ക സാരാ സിമ്മാലി ഉത്തരവാദിത്വമെല്ലാം ആരേറ്റെടുത്തു? നമ്മുടെ ശ്രീമതി മൗണ്ട് ബാറ്റൺ ഏറ്റെടുത്തു. മനസ്സിലായല്ലോ?